ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ഓൺലൈനായി വാങ്ങിയ ഒരു വലിയ ആന്തൂറിയം ലീഫി പ്ലാന്റ് ആന്തൂറിയം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇന്ന് പോട്ട് ചെയ്യുന്നതാണ്. ഇവിടെ 2 കാലിയായ പോട്ടിരിപ്പുണ്ട്. അതിൽ കുറച്ച് പ്ലാന്റ് നട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എവിടെയോ പോയി. ഇത് ലീഫി പ്ലാന്റ് ഇതാണ്. ഇതിനെ നമുക്ക് പോട്ട് ചെയ്യാം. അപ്പോൾ ഈ കാലിയായ പോട്ട് എടുത്ത് അതിൽ നട്ടത് മണ്ണ് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് എടുത്ത് പ്ലാന്റൊക്കെ ഡെഡായി പോയിട്ടുണ്ട്. മണ്ണൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മണ്ണ് ഇടുന്നതാണ് എനിക്ക് എല്ലാ പ്ലാന്റിനും മണ്ണിട്ടില്ല ഒരു സമാധാനമില്ല. അതുകൊണ്ട് എൻ്റെ പോട്ട് മിക്സിൽ മണ്ണ് കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഇതിന് കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഈ മുമ്പത്തെ ആ പോട്ടിലുണ്ടായതൊക്കെ ഞാൻ കളഞ്ഞു. അപ്പോൾ അതാ അതിനടിയിൽ ഒരാൾ ഒളിച്ചിരിപ്പ്. ഒരു വലിയ തവള, മൊട്ടൻ തവള. എവിടെ നോക്കിയാലും ഇതിൻ്റെ പരിവാരങ്ങളാണ്. അപ്പോൾ അതിനെ ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് തോടിലേക്കൊന്ന് എറിഞ്ഞു കൊടുക്കുന്നു. അത് അവിടെ പോകട്ടെ. പിന്നെയും വരും അത്. എത്ര പറിച്ചാലോ അത് വരും ഇപ്പുറത്തേക്ക്. അങ്ങനെ അപ്പോൾ നമ്മുടെ ആളെ കാണേണ്ടത്. ഇവരെ നമുക്ക് ഈ പോട്ടിലേക്ക് കുഴിച്ചിടാം. പോട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞാൻ അതേ പോട്ടിലേക്ക് ചകിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിയില ഫസ്റ്റ് ചകിരി വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ഈ തൈനെ വെച്ച് കൊടുത്ത്. വലിയ ലീഫ് ആന്തൂറിയമാണിത്, ആനച്ചെവി എന്ന് പറയുന്ന ആന്തൂറിയം. അപ്പോൾ അതിൻ്റെ പോട്ട് മിക്സൊക്കെ ഇട്ട് കൊടുത്ത് പെർലൈറ്റ്, ചകിരിച്ചോറ് ഇങ്ങനെയൊക്കെ മിക്സാക്കിയിട്ടാണ് ഞാൻ പോട്ട് മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പോട്ട് കഴിഞ്ഞ് റെഡിയായി. ഇനി അടുത്തത് ചെറിയ ലീഫുള്ള ആന്തൂറിയമാണ്. ഇത് എക്വിസ്റ്റേലിയം നാരയ എന്തെന്ന് അറിയില്ല. എനിക്ക് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ചെറിയത് എൻ്റെ നെയിം എന്താണെന്ന്. അപ്പോൾ ഈ പോട്ട് എടുത്തപ്പോൾ ഇത് വലുതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇത് ചെറിയ തൈയല്ല, അപ്പോൾ ഇതിന് മാച്ചായത് തന്നെ വേണം. അപ്പോൾ ചെറിയ പോട്ടൊന്നും ഉണ്ടായിരുന്നു, അതിന് ഹോൾസ് ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ അതിന് ഹോൾസ് ഇടുന്ന പണിയാണ്. അങ്ങനെ അതിന് ഹോൾസ് ഇടാൻ ഒരു കത്തി ചൂടാക്കിയിട്ട് ഞാൻ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ പണി. അങ്ങനെ അത് ഞാൻ ഹോൾസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചകിരിയൊക്കെ വെച്ച് കൊടുത്ത് അതിനെയും പോട്ട് ചെയ്യാൻ വെച്ചു. ഈ ക്രിസ്റ്റാലിയ ഈ പ്ലാന്റിൻ്റെ നെയിം അറിയാവുന്നവർ ഇനിയൊരു പ്രാവശ്യം കൂടി പറയാണ്. അങ്ങനെ ഞാൻ ഇതൊക്കെ പോട്ട് മിക്സ് നെയിം അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതേതാണ്, ക്രിസ്റ്റാനിയം നാരയാണോ ഡാർക്കാണോ എന്ന് ഏതാണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. അങ്ങനെ അതും പോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വലിയ ലീഫുള്ള ആനച്ചെവിൻ ആന്തൂറിയത്തിൻ്റെ ലീഫൊക്കെ ഒടിഞ്ഞു പോകുന്ന പോലെയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കൂത്തി കൊടുത്ത് അതിലേക്ക് ലീഫ് കറക്റ്റ് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലീഫ് അതിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് നന്നായി വെള്ളം ഒഴിച്ച് വെള്ളമൊക്കെ അടിയിൽ വാർന്നു പോകുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് ക്ലിയറാക്കി പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് വെക്കാനുള്ള ഇപ്പോൾ പ്ലേസാണ് കണ്ടുപിടിക്കേണ്ടത്. അകത്ത് വെക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഇതിന് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കണം. ഇപ്പോൾ ഒരു ഷെയ്ഡിൽ വെച്ച് വിടാം. പിന്നീട് അതിൻ്റെ സ്ഥലമൊക്കെ കറക്റ്റായതിന് ശേഷം നമുക്കിതാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ വല്ലാത്തൊരു ആഗ്രഹിച്ച് ഈ ആനച്ചെവിയൻ ഇപ്പോൾ ഫസ്റ്റ് ടൈം